പോരെ. അതെ, ഞാനൊരു സത്യം പറയണ്ടേ, ഞാനിവിടെ പണിക്ക് വന്നതല്ല, ഉണ്ണിമായെ കാണാൻ വന്നതാ. താൻ എന്തിനാ എന്നെ കാണാൻ വന്നത്? എനിക്ക് ഉണ്ണിമായെ ഭയങ്കര ഇഷ്ടമാ. എന്റെ അച്ഛനെ പാടി തോൽപ്പിക്കുന്ന ആളെ മാത്രമേ ഞാൻ കെട്ടു. അതിനെ ഞാൻ നന്നായിട്ട് പാടുമല്ലോ, കേൾക്കണോ? അയ്യേ, ഈ ശബ്ദം വെച്ചോണ്ടാണോ പാടുന്നേ? ഞാൻ സ്റ്റേജിൽ പാടുന്ന പാട്ട് സൂപ്പർ ഹിറ്റാ. ഏത് പാട്ടാ? നിർത്ത്, ആദ്യം പോയി തന്റെ നാക്കും മൂക്കും ശരിയാക്ക്. കിട്ടിയല്ലേ, സമാധാനമായല്ലേ? എടാ നാണമില്ലേടാ നിനക്ക്? ഇനി അതെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങളുടെ മുളഞ്ഞൻ എന്നെ പോലെ സുന്ദരിയാക്കും. അയ്യോ പെണ്ണിന്റെ അച്ഛ, എനിക്ക് 2 ബോഡി ഗാർഡ്സിന് വേണം. എന്തിന്? ഇവിടെ ഒരുപാട് ബോയ്സ് ഒക്കെ വരുന്നതല്ലേ, എനിക്കൊരു പ്രൊട്ടക്ഷന് വേണ്ടിട്ടാ. കൊള്ളാം, തക്കാളി പെട്ടിക്ക് ഗോദ്രേജിന്റെ വോട്ട്. ഓ, ഇപ്പോഴത്തെ ചില ബോയ്സിന്റെ നോട്ടം കണ്ട് ഉരുകി പോകും. ഇതിനകത്തിന് എന്തോ നുരുകാൻ. എവിടെ കല്യാണ പെണ്ണ്? ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ആ അകത്തുണ്ട്. അവന് അകത്തോട്ട് പോകുമ്പോ സൂക്ഷിക്കണേ. ആ ആഡിറ്റോറിയത്തിന്റെ പുറകിൽ ഒരു പട്ടി കിടപ്പുണ്ട്. അയ്യോ, ആ പട്ടി കടിക്കുമോ? ഇല്ല, ഇന്ന് വരെ കടിച്ചിട്ടില്ല. പക്ഷെ ഇന്നൊരു കടി നടക്കും. ഈ എല്ലും കഷ്ണം കണ്ട ഏത് പട്ടിയാ കടിക്കാത്തത്? ട്യൂഷൻ എടുത്ത് തരാവോ? അയ്യോ, ഞാൻ ട്യൂഷൻ എടുത്ത് തരണം. എന്തിന്? എന്നിട്ട് വേണമില്ല മറ്റേ ഡയലോഗ് പറയാനില്ല. ഏതാ? ഒന്ന് ഉറക്ക കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് അച്ഛ വെച്ചിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെന്ന്. ഒത്തില്ല അല്ലയോ? അല്ല, എനിക്ക് അതല്ല അറിയേണ്ടത്. ആ കൊച്ചെന്തടേ ആ സമയത്ത് ഒച്ച വെക്കാഞ്ഞ്? അത് ട്യൂഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആ പെങ്കച്ചനോട് പറഞ്ഞായിരുന്നു, ആ. ക്ലാസ്സിലിരുന്ന് ഒച്ച വെച്ച ഈ മാഷ് തല്ലുവന്ന്. നല്ല ബുദ്ധി കേട്ടോ. വല്ല പിള്ളേരെ പഠിപ്പിക്കുന്ന സ്കൂളിലോ വല്ലതും ആയിരുന്നെങ്കിൽ തറയിൽ കിടക്കുന്ന വല്ല പേനയോ പെൻസിലോ ചോക്ക് കഷ്ണമോ ഒക്കെ ഇരിക്കും. ഈ വൃത്തികെട്ട കളവന്മാര് പഠിക്കുന്ന കാരണം ഇവിടെ തറയിൽ കിടക്കുന്നത് എന്തോന്ന് അറിയാമോ? പീടിക്കുറ്റി, മുറുക്കാൻ പോതി. ഒന്നും പറയണ്ട എന്നെ കൊണ്ട്. അയ്യേ, ഇതെന്തോന്ന്? ആ പേപ്പറിൽ വൃത്തികെട്ട ഫോട്ടോ. ഈ വൃത്തികെട്ട ഫോട്ടോ ഒന്നും അല്ല, പിന്നെ സണ്ണി ലിയോന്റെ ഫോട്ടോ ആണ്. എന്റെ ബയോളജി ബുക്ക് പൊതിയിടാനുള്ളതാണ്. ഇതേ കിളവാ, ഇങ്ങനത്തെ ഫോട്ടോ എന്നുള്ളതെടുത്ത് ബയോളജി ഒന്ന് പൊതിയരുത്, അറിയാമോ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ള ഫോട്ടോ ഇട്ട് പൊതിയിട്ടാലേ നമുക്ക് ബുക്ക് എടുക്കാനുള്ള ചിന്ത ഉണ്ടാകത്തുള്ളൂ. ആ, ഇങ്ങനെയൊക്കെ നല്ല ചിന്ത വരും. എന്റെ തങ്കമണി. അയ്യോ, കിളവന്റെ തങ്കമണിയല്ല, ഞാൻ എന്റെ ഭർത്താവിന്റെ തങ്കമണിയാ. തങ്കമണി, ആ, നിനക്ക് റെക്കാർഡയുടെ പാർട്ട സിദ്ധാന്തത്തെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? എനിക്ക് ഒരു പാട്ട സിദ്ധാന്തം അറിഞ്ഞുകൂടാ. പാട്ട ആക്രിയൊന്നും അല്ല, ആ, റെക്കാർഡയുടെ പാർട്ട സിദ്ധാന്തം ഇങ്ങൊന്നാണ് ഞാൻ പറഞ്ഞുതരാം.